ഹലോ മക്കേഴ്സ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഓക്കെ, അരിത്തമാറ്റിക് സീക്വൻസ് ആണ് നമ്മളെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓരോ ചാപ്റ്ററും നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ആ ചാപ്റ്ററിലുള്ള അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്ത് പഠിക്കേണ്ടത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് പ്രോബ്ലം ആണ്. അതായത് നമ്പർ പാറ്റേൺസ് എന്നുള്ള സെക്ഷനിലുള്ള പേജ് നമ്പർ 8 and 9 ക്വസ്റ്റ്യൻസ്. അതായത് അവിടെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ആ 5 ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ എങ്ങനെ ചെയ്യാം, ഈസി ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റിക്കിംഗ് ഡോട്ട്സ്. ഇവിടെ 3 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് ട്രയാങ്കിൾസ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ട്രയാങ്കിളുമുള്ള ഡോട്ട്സുകൾ കൗണ്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിളിൽ 3 ഡോട്ട്സ് ആണുള്ളത് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ട്രയാങ്കിൾ ആകുമ്പം ആ 3 ഡോട്ട്സുള്ള ട്രയാങ്കിൾ ഇവിടെ തന്നെ ഉണ്ട്. എക്സ്ട്രാ ഇവിടെ ഒരു 3 ഡോട്ട്സും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 3 + 3 6 ഡോട്ട്സ് ആണുള്ളത്. സെയിം 6 ഡോട്ട്സ് ഉള്ള ആ ട്രയാങ്കിൾ ഇവിടെ തന്നെ ഉണ്ട്. +4 ഡോട്ട്സ് ആണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. സോ 6 + 4 10 ഡോട്ട്സ് ആണ് ഈ തേർഡ് ട്രയാങ്കിളിൽ ഉള്ളത്. സോ ഫസ്റ്റ് ട്രയാങ്കിളിലെ ഡോട്ട്സ് എന്ന് പറയുന്നത് 3 ആണ്. സെക്കൻഡ് ട്രയാങ്കിളിലെ ഡോട്ട്സ് 3 + 3 ആണ് വരുന്നത് 6. ആൻഡ് തേർഡ് ട്രയാങ്കിളിലെ ഡോട്ട്സിൻ്റെ നമ്പർ 6 അവിടെ തന്നെ ഉണ്ട്, 4 ഡോട്ട്സ് എക്സ്ട്രാ വന്നു. സോ 10. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഈ ഒരു പാറ്റേണിൽ നമ്മൾ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോന്നിലും ഈച്ച് എവറി വണ്ണിൽ എത്ര ഡോട്ട്സ് ഉണ്ടാവും എന്നാണ് നമുക്ക് കൗണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ 3 ഡോട്ട്സ് എക്സ്ട്രാ ആഡ് ചെയ്തു, പിന്നെ 4 ഡോട്ട്സ് എക്സ്ട്രാ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ട്രയാങ്കിളിൽ നമ്മൾ എത്ര ഡോട്ട്സ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും? 5 ഡോട്ട്സ് ആണല്ലോ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ആൻഡ് നെക്സ്റ്റിലോ, അതായത് ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഫസ്റ്റ് ട്രയാങ്കിളാണ്. ഇനി നമ്മൾ സെക്കൻഡ് ട്രയാങ്കിളിൽ എത്ര വേണ്ടി വരും? 6 ഡോട്ട്സ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്യേണ്ടതാണ്, ഡോട്ട്സിൻ്റെ എണ്ണം അല്ല നമ്മൾ പറയുന്നത്. അതേപോലെ തേർഡ് ട്രയാങ്കിൾ നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്ന തേർഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 7 ഡോട്ട്സ് ആഡ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ 10 ഡോട്ട്സ് ആണ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ 10 + 5 ആണ് ഇവിടെ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. അവിടെ നമ്മൾ ആ 15നോടാണ് നമ്മൾ പിന്നെയും 6 ഡോട്ട്സ് ആഡ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് അപ്പോൾ നമുക്ക് 21 എന്ന് കിട്ടും. പിന്നെ നമ്മൾ 21 + 7 ആണ് നെക്സ്റ്റ് ഡോട്ട്സിൽ ആഡ് ചെയ്യേണ്ടി വരിക. സോ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫസ്റ്റ് 15 ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 21, 15 + 6, പിന്നെ 21 + 7 അതായത് 28. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാം, അത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻ വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലങ്ങനെ ഡൗട്ട് വരാൻ മാത്രമുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല, സിമ്പിൾ ഈസി ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓഫ് ദ റെഗുലർ പോളിഗൺസ്. അങ്ങനെ റെഗുലർ പോളിഗൺസിനെ നമ്മൾ സപ്പോസ് ചെയ്യാണ് ഫ്രം ദ ഫോളോയിങ് സീക്വൻസ്. സപ്പോസ് ഇതാണ് ആ ഫിഗേഴ്സ് എന്ന് സപ്പോസ് ചെയ്യുക. അതായത് ഇത് റെഗുലർ പെൻറ്റഗൺ അല്ല, റെഗുലർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇത് സ്ക്വയർ ആണ്. ഇത് റെഗുലർ പെൻറ്റഗൺ ആണ്. ഇത് റെഗുലർ ഹെക്സഗൺ ആണ്. ഇങ്ങനത്തെ പോളിഗൺസ് എന്ത് ചെയ്യുക, സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇത് മീൻ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീക്വൻസ് ആണ് നമുക്കിതിൻ്റെ എഴുതേണ്ടത്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ പാറ്റേൺസ് ആണ്. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സൈഡ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ 3 ആണ്, സ്ക്വയറിൻ്റെത് 4 ആണ്, പെൻറ്റഗണിൻ്റെത് 5 ആണ്, അതേപോലെ ഹെക്സഗണിൻ്റെത് 6 ആണ്.
ഓക്കെ, അത് നമ്മൾ നോക്കിയിട്ട് സൈഡ്സിൻ്റെ നമ്പർ എഴുതി. ഇനി സം ഓഫ് ഇന്നർ ആംഗിൾസ്, അത് നമുക്ക് അറിയാവുന്ന സംഭവമാണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ എന്തായിരിക്കും? 180 ആയിരിക്കും. 3 ആംഗിൾസ് ആഡ് ചെയ്താൽ ട്രയാങ്കിൾ 180 ആയിരിക്കും കിട്ടുക. പിന്നെ ഓരോ 180 നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ആംഗിൾ ആഡ് ചെയ്യുമ്പോഴും ഇപ്പം 3 ആംഗിൾസ് ആണെങ്കിൽ 180 ആണെങ്കിൽ 4 ആംഗിൾസ് ആണെങ്കിൽ അതൊക്കെ ഒരു 180 ആഡ് ചെയ്യുക. അപ്പോൾ 4 സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്, ഇന്നർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്. ആൻഡ് 5 ആകുമ്പോൾ പ്ലസ് 180, ഒരു 180 കൂടെ ആഡ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 450, അങ്ങനെ എക്സെട്ര. ഇതായിരിക്കും അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഒരു 180 കൂടെ ആഡ് ചെയ്യുക. 540 പ്ലസ് 180 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി തേർഡ് വൺ സീക്വൻസ് എന്ന് പറയുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എപ്പോഴും എന്തായിരിക്കും? ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ ഫോം ആണ് അല്ലേ ഔട്ടർ ആംഗിൾ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 360 ആയിരിക്കും നമുക്ക് ഗെറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ ട്രയാങ്കിളിൻ്റെ അതാണെങ്കിലും 360 ആയിരിക്കും. സ്ക്വയറിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നതും 360 ആയിരിക്കും. ഇനി പെൻറ്റഗൺ ആണെങ്കിലും, റെഗുലർ പെൻറ്റഗൺ ആണെങ്കിലും 360 ആയിരിക്കും. ഇനി ഹെക്സഗൺ ആണെങ്കിലും 360 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർത്ത് വൺ ആൻഡ് ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ് ആണ് പറയുന്നത്. ഇതെല്ലാം റെഗുലർ പെൻറ്റഗൺസ് ആണ്, റെഗുലർ പോളിഗൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ സൈഡും ഈക്വൽ ആണ്. സോ നമുക്കുള്ള ഈ ഇന്നർ ആംഗിൾസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എത്ര ആംഗിളാണോ ഉള്ളത് അത്രയും ആംഗിളിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ട്രയാങ്കിൾസിന് 3 ആംഗിൾസ് ആണുള്ളത്. അതായത് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആണ്. അതിന് 3 ഈക്വൽ പാർട്സ് ആക്കിയാൽ ഒരു പാർട്സ് എത്ര കിട്ടും? 60 ആയിരിക്കും കേട്ടോ. 180 ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും. സെയിം ആസ് നമ്മൾ ചെയ്യുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 360 ആണ്. അതിന് ഈക്വൽ 4 പാർട്സ് ആക്കാം. അപ്പോൾ ഒരു ആംഗിൾ എത്ര കിട്ടും? 90 തന്നെയല്ലേ? ഓക്കെ, നെക്സ്റ്റ് 540 എന്നുള്ളതിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 540 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 108 ആയിരിക്കും കേട്ടോ. 108. അതേപോലെ തന്നെ നെക്സ്റ്റ് വരിക 120 ആയിരിക്കും, എക്സെട്ര. ഓക്കെ, ഇതേ സെയിം നമ്മൾ ചെയ്യേണ്ടത് ഔട്ടർ ആംഗിളിന്. ആൻഡ് ഔട്ടർ ആംഗിളിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? അത് മെഷർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഇന്നർ ആംഗിൾ അറിയാം. ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ബാക്കി വരുന്ന ഈ ഔട്ടർ ആംഗിൾ എത്ര വരും? ഇതൊരു ലൈൻ ആംഗിളാണ്, നമുക്കറിയാം. സ്ട്രെയിറ്റ് ലൈനുമുള്ള ആംഗിൾ 180 ഡിഗ്രി ആണെന്നറിയാം. സോ ഇവിടെ 60 ആണെങ്കിൽ ബാക്കി റിമൈനിങ് ഉണ്ടാവും എത്രയായിരിക്കും? 120 ആയിരിക്കും. സെയിം നമുക്ക് എന്ത് പറയാം? ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് ഇന്നർ ആംഗിൾ ചെയ്താൽ നമുക്ക് ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ കിട്ടും 90. ഇവിടെ നമുക്ക് 108 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ബാക്കി വരുന്ന ഈ ഒരു ആംഗിൾ 180 മൈനസ് 108, ദാറ്റ്സ് ഈക്വൽ ടു 72. ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 120 ആണ്. സോ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 120 എന്ന് വരും, ദാറ്റ് ഈസ് 60. അതായത് നമ്മളെ തേർഡ് സീക്വൻസ് എന്ന് പറയുന്നത് 120, 90, 72 ആൻഡ് 60 ഡിഗ്രി, എക്സെട്ര. ഇതായിരിക്കും നമ്മളെ ഫോർത്ത് സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയല്ലോ? ജസ്റ്റ് നമ്മൾ ബേസിക് ഐഡിയാസ്, നമുക്കറിയാവുന്ന ബേസിക് ഐഡിയാസ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദിസ് ഇസ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്. അതെങ്ങനെയാണ്? 1, 2, 3, 4 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഈ നമ്പേഴ്സിൽ
ഈ നമ്പേഴ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ റിമൈൻഡർ വരുന്ന സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നമ്പേഴ്സിനും 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിനെ മാത്രം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമുക്ക് എന്ത് പറയാം, അങ്ങനത്തെ നമ്പേഴ്സുള്ള സീക്വൻസിനാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ അതാണ് നമ്മളെ ആൻസർ. നമുക്കറിയാം 1നെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. സോ 1 ഈസ് ദ റിമൈൻഡർ. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 തന്നെയാണ് നമ്മളെ റിമൈൻഡർ എന്ന് പറയുന്നത്. സോ നമ്മളെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 2 തന്നെയായിരിക്കും. നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, റിമൈൻഡർ ആണ് 2 എന്ന് പറയുന്നത്. ഇനി 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് ഗെറ്റ് ചെയ്യുക. ഇനി 4നെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 3 ഉണ്ട്, ബാക്കി റിമൈൻഡർ എത്ര ഉണ്ടാവും, 1 തന്നെയാണ്. സോ അവർ ആൻസർ 4 എന്ന് പറയുന്നതും നമ്മളൊരു ആൻസറാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എങ്ങനെയാണ് ഇവിടുന്ന് പോയതെന്ന് നോക്കാം. 1ൽ നിന്ന് 4ലേക്ക് 3 ആഡ് ചെയ്തിട്ടാണ്. നമുക്ക് 3നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 1 റിമൈൻഡർ കിട്ടണമെന്ന് പറയുന്നത് കൊണ്ട് 3 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. സോ 1 4, ഇനി ഇതിലേക്ക് 3 ആഡ് ചെയ്താൽ 7, ഇനി 3 ആഡ് ചെയ്താൽ 10 എക്സെട്ര എന്ന് പറയും. ഇതാണ് നമ്മളെ സീക്വൻസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ സീക്വൻസ് ദാറ്റ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് നാച്ചുറൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന സീക്വൻസ്, നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം 2 റിമൈൻഡർ വരിക, ഫസ്റ്റ് നമ്പർ 2 തന്നെ ആയിരിക്കും, 2. പിന്നെ നമുക്കറിയാം ഇവിടെ 4 ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടി. സോ 5 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ, അതായത് 5ൽ റിമൈൻഡർ വരിക ഒരു 3 ഉണ്ടാവുക, ബാക്കി റിമൈൻഡർ വരിക 2 ആയിരിക്കും അല്ലേ. സോ 5 ആയിരിക്കും നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്താണ് 1 ഇങ്ങനെ ആഡ് ചെയ്ത് ഈച്ച് നമ്പറിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്യുക, അങ്ങനെയും വേണമെങ്കിൽ സപ്പോസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഈ രണ്ട് സീക്വൻസ്, ഈ രണ്ട് നമ്പേഴ്സ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അതായത് നമ്മൾ ഏതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നോക്കുന്നത് ആ ഒരു നമ്പർ ആയിരിക്കും നമ്മളിവിടെ കോമൺ ഡിഫറൻസ്. ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്, എന്നാലും ഏത് നമ്പറാണോ അതായിരിക്കും നമ്മുടെ ഡിഫറൻസ് വരിക. സോ 2 5, നെക്സ്റ്റ് നമ്മൾ 3 ആഡ് ചെയ്യാം 8, പിന്നെ നെക്സ്റ്റ് 3 ആഡ് ചെയ്താൽ 11 എക്സെട്ര. ഇതായിരിക്കും നമ്മളെ സെക്കൻഡ് സീക്വൻസ്. ദാറ്റ് മീൻസ് natural numbers which leaves remainder 2 on division by 3. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിയർ അവർ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഓക്കെ, 1ലും 6ലും എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ആണല്ലോ, നമുക്ക് എഴുതാം. 1 6, പിന്നെ നെക്സ്റ്റ് വരിക 11, പിന്നെ വരിക 16, പിന്നെ നെക്സ്റ്റ് 21, അങ്ങനെ വരും എക്സെട്ര. ഇതാണ് ആ സീക്വൻസ്. നമ്മൾ സീക്വൻസ് എന്ന് പറയുമ്പം ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ അതിനാണ് നമ്മളിവിടെ ഡോട്ട്സ് ഇടുന്നത്, എക്സെട്ര എന്ന് പറയുന്നത്. അതായത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഇൻ 2 other ways. 2 വേറെ മെത്തേഡിൽ. ഇപ്പം നമ്മൾ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6 അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു സീക്വൻസ് എഴുതിയില്ലേ, അതുപോലെ വേറെ 2 സെൻറ്റൻസിൽ ഈ ഒരു സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനെ ഈ ഒരു സീക്വൻസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു സീക്വൻസിന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സെയിം ആസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യനിലും സെയിം അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന സീക്വൻസ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഗീവ്സ് 1 ആസ് റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ബൈ 5. അതായത് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് അങ്ങനെ വേണമെങ്കിൽ പറയാം.
അല്ലെങ്കിൽ നമുക്ക് വേറെ ഇതേ ഒരു സീക്വൻസ് തന്നെ നമുക്ക് പറയാം 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന സീക്വൻസ് എന്ന് പറയാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. 2 വേസിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഏത് വേസിലും നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് 4 ലെസ് ദാൻ മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5ൽ നിന്ന് 4 കുറക്കാം. മൾട്ടിപ്പിൾ ഓഫ് 5s എന്ന് പറഞ്ഞാൽ 5, 10, 15, 20, 25 ഇതാണ് മൾട്ടിപ്പിൾ ഓഫ് 5s എന്ന് പറയുന്നത്. ആ മൾട്ടിപ്പിൾ ഓഫ് 5സിൽ നിന്ന് 4 ലെസ് ചെയ്യുന്ന നമ്പേഴ്സ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ദാറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് 4 ലെസ് ദാൻ മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾസ് ഓഫ് 5ൽ നിന്ന് 4 ലെസ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ആൻഡ് 5th ക്വസ്റ്റ്യൻ കണ്ടാൽ കുറച്ച് ഇമ്മിണി വലിയ ക്വസ്റ്റ്യൻ ആണ് എന്ന് തോന്നിയെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജസ്റ്റ് സീ ദിസ് ട്രയാങ്കിൾസ്. The first picture show the equilateral triangle with a smaller triangle got by joining the midpoint of side cut off. The second picture shows the same things done each of the 3 triangles in the first picture. The third picture shows the same thing done on the second picture. ഓക്കെ, ഒന്നുമില്ല, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഈക്വലായിട്ട് മിഡ് പോയിൻറ്റ്സ് എടുത്തു, എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ട് നമ്മളിവിടെ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. സെയിം നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് അതിൻ്റെ തന്നെ അതിലൊരു 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, ആ റെഡ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്, റെഡ് പേപ്പറാണെന്ന് വിചാരിക്കുക. ആ റെഡ് പേപ്പറിൻ്റെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ആ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ മിഡ് പോയിൻ്റ് എടുത്തു, ആ ഒരു ട്രയാങ്കിൾ കുഞ്ഞ് ട്രയാങ്കിൾസ് കട്ട് ചെയ്തു. സെയിം നമ്മൾ ഈ പ്രോസസ്സ് എന്ത് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള 3 ട്രയാങ്കിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലീവ് ഇറ്റ്, അതൊന്നും നമുക്ക് ആവശ്യമല്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചേഴ്സ്? ഈച്ച് പിക്ചേഴ്സിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ചെറിയ കുട്ടികൾക്ക് നമ്മൾ 1 സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ റെഡ് ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്തിട്ട് എഴുതാം, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് പിക്ചറിൽ 3 റെഡ് ട്രയാങ്കിൾസ് ആണ് ഉള്ളതെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. ഇനി സെക്കൻഡിൽ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9 ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ഓക്കെ, 9 ട്രയാങ്കിൾസ്. ആൻഡ് സെയിം ആസ് തേർഡ് ഫിഗറിൽ അല്ലെങ്കിൽ തേർഡ് ട്രയാങ്കിളിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്താൽ 27 എന്ന് കിട്ടും, എക്സെട്ര. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ടേക്കിംഗ് ദ ഏരിയ ഓഫ് വോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. അതായത് നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു റെഡ് ട്രയാങ്കിൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണെന്ന് സപ്പോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഈ പിക്ചറിലുള്ള ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ നമുക്ക് കാണണം. സ്മോൾ ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് ചിലപ്പം ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ജസ്റ്റ് നമുക്കൊരു കേക്ക് വെച്ചിട്ട് ഇത് സപ്പോസ് ചെയ്യാം. കേക്ക് നമ്മൾ ഒരു ഈക്വലായിട്ട് ഒരു കേക്കാണ് നമ്മൾ കയ്യിലുണ്ടായിരുന്നത്. ആ കേക്കിനെ നമ്മൾ ഈക്വലായിട്ട് 4 പാർട്സ് ആക്കി. എന്നിട്ട് അതിലൊരു പാർട്ട് നമ്മൾ എടുത്തിട്ട് കഴിച്ചു. ഓക്കെ, ഒരൊറ്റ കേക്കാണ് നമ്മൾ കയ്യിലുണ്ടായിരുന്നത്. ഈ ഒരു കേക്കിനെ 4 ഈക്വൽ പാർട്സ് ആക്കി. എന്നിട്ട് അതിലൊരു കേക്ക് ഒരു പീസ് നമ്മളെടുത്ത് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ പറയും, എത്ര പീസാണ് നമ്മൾ കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, നമ്മൾ ഒരു കേക്കിനെ 4 ഈക്വൽ പാർട്സ് ആക്കി, അതിലുള്ള ഒരു പീസേ ഞാൻ കഴിച്ചിട്ടുള്ളൂ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു പീസ് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ഡൗട്ടുള്ളവർക്ക് നെക്സ്റ്റ് നമുക്ക് വേറൊരു ഒരു കേക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. സെയിം നമ്മൾ ആ ഒരു കേക്ക് നമ്മൾ 4 ഈക്വൽ പാർട്സ് ആക്കുന്നതിന് പകരം 6 ഈക്വൽ പാർട്സ് ആക്കി. 6 എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ 8 പീസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8 പീസ് ആക്കിയിട്ടുള്ള ഒരു കേക്ക് നിന്ന് നമ്മൾ ഒരു പീസ് എടുത്ത് കഴിച്ചു. അവിടെയും നമ്മൾ ഒരു പീസാണ് എടുത്തത്. 4 പീസിൽ നിന്ന് നമ്മൾ ഒരു പീസാണ് എടുത്തിരുന്നത്, ഇവിടെയും നമ്മൾ ഒരു പീസാണ് എടുത്തത്. പക്ഷേ പീസിന് വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഇവിടെ നമ്മൾ 8 പീസാക്കിയെന്ന് ഒരു പീസേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും ചെറിയ പീസേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ എന്നർത്ഥം.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏരിയ പറയുമ്പോഴും നമ്മൾ ടോട്ടൽ ഏരിയ 1 ആണെന്ന് പറയുമ്പോൾ, അതായത് നമ്മളെ കയ്യിൽ ഒരു കേക്കേ ഉള്ളൂ, അതിൽ എത്ര ഉണ്ട് അങ്ങനെയാണ് നമ്മൾ സപ്പോസ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഒരുപാട് കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിലെ ഓൾ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണ്. ഇതിൽ എത്ര പീസ് നമ്മൾ കട്ട് ചെയ്തു എന്ന് നോക്കാം. അതിനെ ഈക്വൽ 4 പാർട്സ് ആണ് നമ്മൾ ആക്കിയത്, അല്ലേ? ഈക്വൽ 4 പാർട്സ്, 1 2 3 4, ഈക്വൽ 4 ട്രയാങ്കിൾസ് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. സോ 4 ട്രയാങ്കിൾസ്. അതിൽ എത്ര പീസ് നമ്മൾ കട്ട് ചെയ്തു? 1 പീസാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, സെയിം നമ്മൾ നെക്സ്റ്റ് ഫിഗറിൽ ചെയ്യുമ്പോൾ ഈക്വൽ പാർട്സ് ആക്കണേ. അതായത് നമ്മൾ ഈ ഒരു ട്രയാങ്കിളിനതാ ഇങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ഇപ്പോഴാണ് എല്ലാ ട്രയാങ്കിൾസും സെയിം ലെങ്ത് ആയിട്ടുള്ളത്. ഇനി ഇവിടെ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്യാം. 3 ട്രയാങ്കിൾ അങ്ങനെ കൗണ്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഈ ഒരു മിനി ട്രയാങ്കിൾ ഇവിടെ കിടക്കുന്നുണ്ട് 4. അതേപോലെ ഇവിടെ ഒരു മിനി ട്രയാങ്കിൾ നമ്മൾ ഇതേപോലെ സെയിം നമ്മൾ ഫസ്റ്റ് ഫിഗർ ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെയുണ്ട്. അങ്ങനെ 4 നമ്മൾ ഈ ഫിഗേഴ്സ് ഉള്ളതാണ്. അതായത് നമ്മൾ ഈ മിനി 4 ട്രയാങ്കിൾസ്, ഫസ്റ്റ് ട്രയാങ്കിൾ 4 ടൈപ്സ് വെച്ച പോലെയാണ് ഇപ്പോൾ ഈ ഒരു ഫിഗർ ഉള്ളത്. വിച്ച് മീൻസ് 4 × 4 16 ട്രയാങ്കിൾസ് ആണ് അതിലുള്ളത്. അങ്ങനെ നമ്മൾ 16 ഈക്വൽ പാർട്സ് ആണ് ആക്കിയിട്ടുള്ളത്. അതിലൊന്നാണ് ഇതിലെ സ്മോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് 16 പീസ് ആക്കിയതിലുള്ള ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ നമ്മൾ ഈക്വൽ പാർട്സ് ആക്കുക, എന്നിട്ട് കൗണ്ട് ചെയ്യുക. സെയിം നമ്മൾ ഈ ഒരു ഫിഗർ ഇതിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നൊന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്താൽ മതി. അതായിരിക്കും നമുക്ക് ഈസി. ഈ ഒരു ഫിഗർ ഇതാ ഇവിടെ 1 2 3, അതേപോലെ തന്നെ ഇതാ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഫിഗർ ഉണ്ടാക്കാൻ പറ്റും. 4 ഫിഗേഴ്സ് സെയിം ഈ ഒരു ഫിഗർ തന്നെ സെയിം 4 എണ്ണം ഇതിൽ വരുന്നുണ്ട്. അതായത് 4 × 16 ട്രയാങ്കിൾസ് അതിലുണ്ടാവും. 4 × 16 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 64 ആണല്ലേ. ദാറ്റ് ഈസ് 64ൽ 1 ആണ് ഇതിലെ മിനി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എക്സെട്രായും കൂടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 3rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചേഴ്സ്. സെയിം നമ്മൾ എന്ത് ചെയ്യുക? റെഡ് ട്രയാങ്കിൾസിൻ്റെ കൗണ്ട് ചെയ്ത് ഡിനോമിനേറ്ററിൽ സെയിം ആയിരിക്കും. എത്ര ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ടെന്ന് നോക്കും, എന്നിട്ട് നമ്മൾ എഴുതും. ഓക്കെ, ജസ്റ്റ് നമ്മൾ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ്. ഫസ്റ്റിൽ നമ്മൾ 4 ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ആ 4 ട്രയാങ്കിൾസിൽ 3 ട്രയാങ്കിൾസും റെഡ് ആണ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് 16 ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഈക്വൽ ആയിട്ട് പാർട്ടാക്കിയിട്ടുള്ളത്. അതിൽ എത്ര ട്രയാങ്കിൾസ് റെഡ് ആയിട്ടുണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 ആണല്ലോ. സോ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ സെക്കൻഡ് പിക്ചർ ഈസ് 9/16. അതായത് 16 ട്രയാങ്കിൾസിൽ 9ഉം റെഡ് ട്രയാങ്കിൾസ് ആണ്. ഇനി സെയിം നമ്മൾ ഈക്വൽ പാർട്സ് ആയിട്ടുള്ളത് 3rd ഫിഗറിൽ 64 ആണ്. അതിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാം. ടോട്ടൽ 27 ട്രയാങ്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ആൻഡ് എക്സെട്ര. ദിസ് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചേഴ്സ്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. എന്താ അപ്പോൾ പറഞ്ഞേ? ഒന്നുമില്ല. ഈ ഒരു സീക്വൻസ് ഇപ്പം നമ്മൾ എഴുതിയ 3 സീക്വൻസ് ഉണ്ടല്ലേ, ആ 3 സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 5 ടേംസ് ചെയ്താൽ, ഇപ്പം നമ്മൾ ഓരോ സീക്വൻസിൽ 3 ടേംസ് അല്ലേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ 3 ടേംസുമ്പോൾ നിർത്താതെ ബാക്കി 2 ടേംസും കൂടെ കൂട്ടിയിട്ട് 5 ടേംസ് ആക്കിയിട്ട് എഴുതാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി അല്ലേ? ഒന്നുമില്ല. നമ്മൾ ഈ ഒരു സീക്വൻസ് 3 to 9 ആയി, 9 to 27 ആയി. അങ്ങനെയാണെങ്കിൽ 27 നെക്സ്റ്റ് ഏത് ടേം ആവും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ നമ്മൾ ചെയ്യുന്നത് 3 × 3 9 ആയി, 9 × 3 27 ആയി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 27 × 3 ആണ് ചെയ്തു പോകുന്നത്. സോ 27 × 3 is equal to 81. അതായിരിക്കും നമ്മളെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ 81 × 3 കൗണ്ട് ചെയ്യാം.
കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. വിച്ച് ഇസ് ഈക്വൽ ടു 243 243 ആയിരിക്കും. ഇതായിരിക്കും ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെയിം സെക്കൻഡ് സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഈ സീക്വൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് നോക്കാം. ഇവിടെ 4 എന്ന് പറയുന്നത് മുകളിലെല്ലാം 1 ആണ്. സോ നമുക്ക് മുകളിലൊന്നും നോക്കണ്ട. താഴെ നമ്മൾ 4 16 ആയി, 16 പിന്നെ 64 ആയി. പിന്നെ നെക്സ്റ്റ് ടേം എന്താണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 4 16 ആവാൻ നമ്മൾ ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. സെയിം ഇവിടെ 16 ഇൻറ്റു 4 ആണ് ചെയ്യുമ്പോഴാണ് 64 കിട്ടുക. അപ്പം നെക്സ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 64 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു 4 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്യണം, കാൽക്കുലേറ്ററിലല്ല, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 64 ഇൻറ്റു 4 വിച്ച് ഇസ് ഈക്വൽ ടു 256. ഇനി നെക്സ്റ്റ് ടേം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 256 ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 1 ഡിവൈഡഡ് ബൈ 1024 ആയിരിക്കുമേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് സീക്വൻസ് ആയിട്ടുള്ള 3/4 9/6 16 27/4 ഒന്നുമില്ല, നമ്മൾ ഈ ഒരു സീക്വൻസ് മുകളിലത്തെ 2 സീക്വൻസ് ഡിവൈഡഡ് ബൈ ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഫസ്റ്റത്തെ സീക്വൻസ് ഇത് തന്നെയല്ലേ ഇവിടെ മുകളിൽ വന്നിട്ടുള്ളത്. സെക്കൻഡത്തെ സീക്വൻസ് താഴെയുള്ള ആൾക്കാരല്ലേ ഇവിടെ താഴെ വന്നിട്ടുള്ളത്. ജസ്റ്റ് അത് രണ്ടും അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്താൽ മതി. ഇവിടെ 3/4 എന്ന് വന്നിട്ടുണ്ട് ഫസ്റ്റത്തത്, 9/16 27/64. അങ്ങനെയാണെങ്കിൽ അടുത്തത് വരിക 81 ഡിവൈഡഡ് ബൈ 256 അല്ലേ. ആൻഡ് ഇവിടുത്തെ 253 ഓക്കെ 253 ഡിവൈഡഡ് ബൈ 1024 ആയിരിക്കും നെക്സ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റത്തെ സീക്വൻസും സെക്കൻഡത്തെ സീക്വൻസും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് തേർഡത്തെ സീക്വൻസ് കിട്ടുന്നത്. ഓക്കെ, ആൻസേഴ്സ് കുറച്ചും കൂടെ നീറ്റായിട്ട് ഇങ്ങനെ നമുക്ക് എഴുതാം. 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. നമ്പർ പാറ്റേൺസ് അഥവാ സീക്വൻസ് എന്നുള്ള ഒരു സെക്ഷനിലുള്ള ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 13 അതായത് അരിത്തമാറ്റിക് സീക്വൻസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.